എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ രാത്രി ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് ക്രിക്കറ്റ് ചരിത്രത്തിലെ വെറും ഒരു അധ്യായം മാത്രമല്ല, മറിച്ച് കാണികളുടെ വികാരങ്ങളുടെ അണക്കെട്ടുകൾ ഒന്നാകെ തകർന്നൊഴിഞ്ഞ ഒരു അവിശ്വസനീയ കാഴ്ചയായിരുന്നു. IPL 2026 അതിന്റെ ഏറ്റവും ആവേശകരമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ നടന്ന ഈ ഹൈ വോൾട്ടേജ് മത്സരം സകല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചു. ഗുജറാത്ത് ടൈറ്റൻസ് നേടിയ ആ മാന്ത്രികമായ ഒരു റൺ വിജയത്തിന് ശേഷം സ്റ്റേഡിയത്തിൽ കണ്ടത് ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു രംഗമായിരുന്നു. അതെ, മത്സരം അവസാനിച്ച ഉടനെ VIP സ്റ്റാൻഡിൽ നിന്നും മൈതാന മധ്യത്തിലേക്ക് ഓടിയിറങ്ങിയ സാറ ടെണ്ടുൽക്കർ ചെയ്തത് കണ്ട് ഇന്ത്യൻ ജനത ഒന്നാകെ സ്തംഭിച്ചുപോയി. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ആവേശം അലതല്ലുകയായിരുന്നു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ 20 ഓവറിൽ 210 റൺസ് എന്ന ഹിമാലയൻ സ്കോറാണ് പടുത്തുയർത്തിയത്. ഓപ്പണർ സായി സുദർശന്റെ ബാറ്റിൽ നിന്നും പിറന്ന 72 റൺസിന്റെ വെടിക്കെട്ട് ഇന്നിംഗ്സും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ സ്വയം മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് നേടിയ നിർണായകമായ 70 റൺസുമാണ് ഗുജറാത്തിന് ഈ അഭേദ്യമായ കോട്ട തീർക്കാൻ കരുത്തേകിയത്. ചെറിയ ബൗണ്ടറികളും വേഗമേറിയ ഔട്ട്ഫീൽഡുമുള്ള ഈ സ്റ്റേഡിയത്തിൽ ഡൽഹിക്ക് ഈ ലക്ഷ്യം വെല്ലുവിളിയായിരുന്നെങ്കിലും അസാധ്യമായിരുന്നില്ല. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിക്കായി ക്യാപ്റ്റൻ KL രാഹുൽ പുറത്തെടുത്തത് 92 റൺസിന്റെ അമാനുഷിക പ്രകടനമായിരുന്നു. മൈതാനത്തിന്റെ 4 പാടും ബൗണ്ടറികളുടെ മഴ പെയ്യിച്ച രാഹുൽ ഒരു ഘട്ടത്തിൽ ഗുജറാത്ത് ക്യാമ്പിനെ വിറപ്പിച്ചു. ലോകത്തെ ഏറ്റവും മികച്ച സ്പിന്നറായ റാഷിദ് ഖാനും ഇന്ത്യൻ പേസ് കുന്തമുന മുഹമ്മദ് സിറാജും അടങ്ങിയ ബോളിംഗ് നിര ഡൽഹി ബാറ്റർമാർക്ക് മുന്നിൽ പൂർണ്ണമായും നിഷ്പ്രഭരായി തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. മത്സരം അതിന്റെ അന്ത്യത്തിലേക്ക് അടുത്തപ്പോൾ അവസാന പന്തിൽ ഡൽഹിക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് വെറും 2 റൺസ് മാത്രം. അവിടെയാണ് ഏവരുടെയും ഹൃദയമിടിപ്പ് നിലച്ച ആ നിമിഷം അരങ്ങേറുന്നത്. ഒരു സ്ലോ ബോൾ വരാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും ഡേവിഡ് മില്ലർക്ക് ആ പന്ത് മനസ്സിലാക്കുന്നതിൽ വലിയ പിഴവ് സംഭവിച്ചു. ഒപ്പം ഡേഞ്ചർ എൻഡിലേക്ക് കുൽദീപ് യാദവ് ഓടിയതും ഗുജറാത്തിന് 1 റണ്ണിന്റെ അത്ഭുത വിജയം സമ്മാനിച്ചു. അമ്പയർ വിധി പ്രഖ്യാപിച്ച ഉടനെ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന സാറ ടെണ്ടുൽക്കറുടെ കണ്ണുകൾ സന്തോഷാശ്രുക്കളാൽ നിറഞ്ഞു. വികാരം അടക്കാനാവാതെ അവർ നേരെ കളിക്കാരുടെ ടണലിനടുത്തേക്ക് ഓടിയെത്തി. വിജയത്തിന്റെ ആഘോഷത്തിൽ തന്റെ സഹതാരങ്ങളെ കെട്ടിപ്പിടിക്കുകയായിരുന്ന ശുഭ്മാൻ ഗില്ലിനടുത്തേക്ക് സാറ നടന്നെടുത്തു. സാരയെ കണ്ട് ഗിൽ പുഞ്ചിരിച്ചെങ്കിലും അടുത്ത നിമിഷം അവിടെ നടന്നത് ക്യാമറകളെയും കാണികളെയും ഒന്നാകെ അമ്പരപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു. സാറ പെട്ടെന്ന് കുനിഞ്ഞ് ഗില്ലിന്റെ കാൽക്കൽ സ്പർശിച്ചു. അപ്രതീക്ഷിതമായ ഈ നീക്കത്തിൽ പകച്ചുപോയ ഗിൽ ഉടൻ തന്നെ സാറയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വലിയ സമ്മർദ്ദഘട്ടത്തിൽ ഗിൽ കാഴ്ചവെച്ച അസാമാന്യമായ സംയമനത്തിനും ക്യാപ്റ്റൻസിക്കുമുള്ള പരസ്യമായ അംഗീകാരമായിരുന്നു സാറയുടെ ആ പ്രവൃത്തി. എന്നാൽ ഇതിനുശേഷം മാധ്യമങ്ങളോട് സാറ നടത്തിയ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ തീപ്പൊരി പാറുന്നതായിരുന്നു. വികാരാധീനയായി അവർ പറഞ്ഞു, "ഇന്ന് ഞാനിവിടെ വന്നത് ഒരു സാധാരണ ക്രിക്കറ്റ് ആരാധികയാണ്. എന്നാൽ ഈ മത്സരത്തെ ശുഭ്മാൻ നയിച്ച രീതി എന്നെക്കൊണ്ട് ഇത്തരമൊരു ആദരവ് നൽകാൻ നിർബന്ധിതയാക്കി." അവസാന ഓവറുകളിൽ സ്വന്തം ബോളർമാരിൽ വിശ്വാസമർപ്പിച്ച് അദ്ദേഹം മാറ്റിയ തന്ത്രങ്ങൾ ഒരു ഇതിഹാസ നായകന്റേതിന് തുല്യമായിരുന്നു. അദ്ദേഹം ഒരു മികച്ച ബാറ്റർ മാത്രമല്ല, ഒരു മഹാനാള ലീഡറും കൂടിയാണെന്ന് ഇന്ന് തെളിയിച്ചു. ഡൽഹി ക്യാപിറ്റൽസിന്റെ തോൽവിയെ കീറിമുറിച്ചുകൊണ്ട് സാറ തന്റെ രൂക്ഷ വിമർശനം ഡേവിഡ് മില്ലർക്ക് നേരെ തിരിച്ചു. വളരെ തുറന്നടിക്കുന്ന ശൈലിയിൽ അവർ പറഞ്ഞു, ഡൽഹിക്ക് ഈ മത്സരം ജയിക്കാൻ 100% അവസരമുണ്ടായിരുന്നു. KL രാഹുൽ അവരെ വിജയത്തിന്റെ പടിവാതിൽക്കൽ വരെ എത്തിച്ചു. എന്നാൽ ഡേവിഡ് മില്ലറുടെ ആ ഒരു ചെറിയ ബുദ്ധിശൂന്യത ഒരു ടീമിന്റെ മുഴുവൻ അധ്വാനത്തെയും ഇല്ലാതാക്കി. പന്തിലൊന്ന് ബാറ്റൊന്ന് മുട്ടിച്ചിരുന്നെങ്കിൽ പോലും ഡൽഹിക്ക് ഇന്ന് ഈ ദുരവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. മില്ലറുടെ ആ ഒരൊറ്റ തെറ്റാണ് ഗുജറാത്തിന് ഈ വിജയം സമ്മാനിച്ചത്. സാറയുടെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇമേജ് ഓഫ് ദ ഡേ ആയി മാറിയിരിക്കുകയാണ്. സാറയുടെ ഈ വലിയ പിന്തുണ തങ്ങൾക്ക് എക്കാലവും സ്പെഷ്യലാണെന്നും ടീമിൽ അത് വലിയ പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നുണ്ടെന്നും ശുഭ്മാൻ ഗില്ലും ഇതിനോട് പ്രതികരിച്ചു. ഡ്രസ്സിംഗ് റൂമിലും സാരയ്ക്ക് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത്. എന്നാൽ മറുവശത്ത് KL രാഹുലിന്റെ 92 റൺസിന്റെ പോരാട്ടം പാഴായതിന്റെയും മില്ലറുടെ തെറ്റിലൂടെ കൈപ്പിടിയിലൊതുക്കിയ മത്സരം നഷ്ടപ്പെട്ടതിന്റെയും നിരാശയിൽ ഡൽഹി ക്യാമ്പിൽ ശവപ്പറമ്പിന് സമാനമായ നിശബ്ദതയാണ് തളം കെട്ടി നിൽക്കുന്നത്. ഇതുകൂടാതെ ടൂർണമെന്റിലെ ഈ വലിയ പോരാട്ടങ്ങൾക്കിടയിൽ ഈ സീസണിൽ തങ്ങൾ നേരിട്ട 3ാമത്തെ വലിയ തോൽവിയുടെ ഞെട്ടലിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്ന ഗുജറാത്ത് ടീമിന്റെ ഉള്ളറകളിലെ ചില അസ്വസ്ഥതകളും പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ഗില്ലിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂമിലെ വെല്ലുവിളികളും ബോളിംഗ് നിരയിലെ പോരായ്മകളും അദ്ദേഹം നടത്തിയ സുവ്യക്തമായ വെളിപ്പെടുത്തലുകൾ ക്രിക്കറ്റ് ലോകത്തെ വീണ്ടും ചിന്തിപ്പിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, സാറ ടെണ്ടുൽക്കറുടെ ഈ പ്രവൃത്തിയെക്കുറിച്ചും ഡേവിഡ് മില്ലർക്ക് നേരെ അവർ നടത്തിയ ധീരമായ പ്രസ്താവനയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സാര പറഞ്ഞത് 100% ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭാവിയിൽ ടീം ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്യാപ്റ്റനാകാൻ ശുഭ്മാൻ ഗില്ലിന് അർഹതയുണ്ടോ? മില്ലർ ഡൽഹി ആരാധകരോട് മാപ്പു പറയണമോ? നിങ്ങളുടെ വിലയേറിയതും സത്യസന്ധവുമായ അഭിപ്രായങ്ങൾ സാര ബോൾഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് ടൈപ്പ് ചെയ്ത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.